നമസ്കാരം. നമുക്കിന്ന് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. നമ്മളിപ്പോൾ ഉള്ളത് ഹിമാചലിലെ ജിസ്പ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ ശ്രീനഗറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ലേ വഴി തിരിച്ച് നമ്മളിവിടെ ജിസ്പയിൽ എത്തുന്ന കാഴ്ചകളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ വരുന്ന വഴിയിലെ ലേയിൽ നിന്നും നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിയിലെ ഒത്തിരി അടിപൊളി കാഴ്ചകൾ, നക്കീല പാസ്, ബാരാലച്ചില പാസ്, അതുപോലെ തന്നെ ദീപക് താൽ, അങ്ങനെ ഒത്തിരി കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നുള്ള കാഴ്ചകളൊക്കെ മുന്നത്തെ വീഡിയോ സെർച്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ എന്തായാലും ഇന്നലെ ഞങ്ങൾ താമസിച്ച ഒരു ഞങ്ങളുടെ ഹോം സ്റ്റേ ആണ് ഈ കാണുന്നത്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് രാവിലെ ഈ ചുറ്റുപാടൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന്. അപ്പോൾ എന്തായാലും രാവിലെ നേരത്തെ എണീറ്റു. പിന്നെ അതുപോലെ തന്നെ ഇന്നലത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് അടിപൊളി തണുപ്പായിരുന്നു. തണുപ്പ് എന്ന് പറഞ്ഞാൽ അതുപോലത്തെ തണുപ്പ്, അതുപോലത്തെ ക്ലൈമറ്റ്. അപ്പോൾ എന്തായാലും ഇന്നലെ നന്നായിട്ട് ഉറങ്ങി. രാവിലെ എന്തായാലും നമ്മൾ നേരത്തെ എണീറ്റു. ഇനി നമ്മൾ കാഴ്ചകളിലേക്ക് പോവാണ്. ഈ ഒരു പ്രദേശത്തെ ചെറിയ കാഴ്ചകളൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ട് എന്തൊക്കെയാണ് കാഴ്ചകൾ കിട്ടുന്നത് നോക്കിയിട്ട് ആ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയൊരു വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുഞ്ഞാപ്പിളല്ലേ? ഇവിടുത്തെ ആപ്പിൾ എടുക്കാൻ പറ്റുമോ? അല്ല എടുക്കുന്നില്ല. താഴത്തുള്ള ജില്ലയിൽ വരെ ഉണ്ടായിട്ടുണ്ടല്ലേ ആപ്പിള്? ഇത് വേറെ ടൈപ്പാന്ന് തോന്നുന്നുണ്ടല്ലേ? അന്ന് നമ്മളവിടെ കണ്ടില്ലേ? അത് ചെറുതാണ്. ആപ്രിക്കോട്ട് കിട്ടും. നമ്മൾ ലേല കണ്ടില്ലായിരുന്നോ? അതിൻ്റെ കുറച്ചുകൂടി വലിപ്പമുള്ള സൈസാണ്. പക്ഷെ ഇത് പഴുത്തിട്ടില്ല, പച്ച. അല്ല, ഇത് പഴുത്തിട്ടുണ്ട്. ഇത് സംഭവം നല്ല സോഫ്റ്റാണ് സാധനം. നമ്മളവിടെ ലേയിൽ കണ്ട അല്ല, വേറെ ടൈപ്പ് ആപ്രിക്കോട്ട്. പക്ഷെ ഞങ്ങൾ ആദ്യം കണ്ടപ്പോൾ ഇത് വിചാരിച്ചത് പഴുത്തതല്ലാന്ന് വിചാരിച്ചു. പക്ഷെ ഇത് പഴുത്തതാണ്. എന്തായാലും കഴിച്ചാൽ പറ്റും കേട്ടോ. ഇത് പ്ലംസാണ്. ഇത് ആപ്രിക്കോട്ടല്ല, പ്ലംസ്. പ്ലമ്മിൻ്റെ വേറൊരു വെറൈറ്റി. നല്ല മധുരമുണ്ട് സംഭവം. റിവർ വ്യൂ ഹോം സ്റ്റേ. നിറയെ പൂക്കളാട്ടോ വീടിൻ്റെ ചുറ്റും. ഇവിടെ റോഡിൻ്റെ താഴെ ഒരു റിവർ ഒഴുകുന്നുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് പോവാണ് കേട്ടോ. ഇവിടെ എന്തോ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ. അപ്പുറത്ത് ഇംഗ്ലീഷ് ഉണ്ടോ? ആ
അടിപൊളി. ഞങ്ങൾ താമസിക്കുന്ന ഹോം സ്റ്റേ അവിടുന്ന് ഇങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് വന്ന് ഇതവിടെ നേരെ ഇങ്ങോട്ട് ഇറങ്ങി താഴെ ഇങ്ങനെ നടന്ന് ഇവിടെ എത്തി. നദിക്കകത്ത് കൂടെ വണ്ടി ഓടുന്നത് തോന്നുന്നുണ്ട്. ഇത് അടുത്ത ഗ്രാമങ്ങളിലേക്ക് എവിടേക്കെങ്കിലും ആയിരിക്കും വണ്ടി പോയതിൻ്റെ അടയാളങ്ങളോടെ കാണുന്നുണ്ട്. കഴിച്ചു നോക്കണം. ഒരിടത്ത് കഴിച്ചു നോക്കി പുളിയാ. ആ ഇതിലാണ് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ജ്യൂസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അല്ലേ? ഇവിടെ ജ്യൂസ് കയറ്റി വിടുന്ന പറയുന്നത്. ജ്യൂസ് കയറ്റി വിടുന്നുണ്ട്. പ്രശ്നമൊരു നല്ല പുളി. നമ്മൾ പഴുക്കാത്ത പച്ച ഓറഞ്ച് കഴിക്കില്ലേ, അതുപോലത്തെ ടേസ്റ്റ്. റിവർ കുറച്ചും കൂടെ ആക്റ്റീവായ മാതിരി തോന്നുന്നുണ്ട് കേട്ടോ. എന്താ ഇവിടുന്ന് 2 കൈവഴിയായിട്ട് അങ്ങനെ താഴോട്ട് ഒഴുകുന്നുണ്ട്. ഒന്നിതിലെയും ഒന്ന് അപ്പുറത്തെ സൈഡിലൂടെയും. മേലെ അടിപൊളി ഒരു കുന്ന്, കംപ്ലീറ്റ് പാറയാണ് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ നിന്ന് സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട് പതുക്കെ. അവിടെ ദൂരെ ഒരു മഞ്ഞുമല കാണുന്നുണ്ട്. സൂപ്പർ. ജിസ്ബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്രാമമാണ്. കുറച്ച് കൃഷിയും പച്ചപ്പൊക്കെ ഉള്ള ഒരു അടിപൊളി ഗ്രാമം. കുറച്ച് ടൂറിസം പ്രൊമോഷൻ്റെ പേരിലും അതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് പച്ച പിടിച്ച് വരുന്ന ഒരു അടിപൊളി ഗ്രാമം. അവിടെ കണ്ടോ ആ കാണുന്ന അതെല്ലാം ടെൻറ്റ് ക്യാമ്പുകളാണ്. ഹോട്ടൽസ് ഉണ്ട്, ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട്. ഒത്തിരി ഒരു അടിപൊളി ഗ്രാമമാണ് ജിസ്ബ എന്ന് പറയുന്നത്. മണാലിയിൽ നിന്നും നേരിട്ട് ലേയിലേക്ക് റൂട്ട് പിടിക്കുന്ന ആളുകൾക്ക് ഒരു അടിപൊളി ഡെസ്റ്റിനേഷൻ കേട്ടോ ഇത്. നമ്മൾ നേരത്തെ അവിടെ നിന്ന് പറിച്ച് കഴിച്ചില്ലേ, ആ ഒരു ടൈപ്പ് ചെടിയും കായകളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഏരിയ മൊത്തം ചെടികളാണ് കേട്ടോ. ഒത്തിരിയല്ല കഴിഞ്ഞല്ല. കോളിഫ്ലവർ കൃഷി ചെയ്യുന്ന വയലുകളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. ഇവിടെ ആ മലയ്ക്ക് മേളിൽ എല്ലായിടത്തും ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ എല്ലാം ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒന്നും ക്യാബേജിൻ്റെ കൃഷി കേട്ടോ ഒത്തിരി ഉണ്ട്. എന്താ വലുതൊരെണ്ണം ഇവിടെ ഇരിപ്പുണ്ട്. സൂപ്പർ ആയി വരുന്നല്ലോ തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മോർണിംഗ് വാക്കെല്ലാം കഴിഞ്ഞ് ഇവിടെ ഹോട്ടലിൽ തിരിച്ചത്. അതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ബാഗ. അത്യാവശ്യം ബാംഗ്ലൂരിൽ ഒക്കെ വളരെ. പക്ഷെ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് ഇത് ഉണ്ടാവുമോ? ചിലത് പിടിക്കും. നിന്നെ ഡഫോഡിൽ ഇത് ഞാൻ കൊണ്ടുപോയിട്ട് വീട്ടിൽ പിടിച്ചായിരുന്നു. ഇതിന്റെ ഇംഗ്ലീഷ് പേരല്ലേ ഡാഫോഡിൽസ്? ഇവിടെ ഉണ്ട്.
ഇത് എൻ്റെ വീട്ടിലുണ്ട്. നമ്മൾ അവിടെയൊക്കെ നിൽക്കണം. ആ ഞങ്ങളുടെ നേരത്തെ കണ്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു അവരോട്. ഓ അതിൻ്റെ പയറില്ലേ, കൊള്ളാം കൊള്ളാം. ഇതൊക്കെ ഇവിടെ വളരുന്നുണ്ടല്ലേ ഇപ്പോൾ. വലിയ പയർ. അത് ആപ്പിളല്ലേ? പക്ഷെ ഞങ്ങളിത് ചുമ്മാ എന്തോ വിറകെന്തോ അങ്ങനത്തെ എന്തോ സംഭവം എന്ന് ചോദിച്ചിട്ട് ഞങ്ങളിതൊന്നും ശ്രദ്ധിച്ചില്ല. എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് മനസ്സിലായില്ല, എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതെന്താ ചെടി? പിന്നെ और वहाँ पर बाल के കേരള केरला, अच्छा 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 केरला के है। അത് തക്കാളി. ആപ്പിളിൻ്റെ ട്രീ ആണ് കേട്ടോ അത്. ഇത് ചെണ്ടുമല്ലി അല്ലേ? ലെറ്റീസ് എടുക്കുന്നത് എന്താ സാധനം? ലെറ്റീസ് സാധനങ്ങൾ നല്ല വിലയല്ലേ.